നിലമ്പൂരിൽ CPM-ന്റെ വൻ പരാജയമാണ്. ഞങ്ങളുടെ കണക്കൂട്ടലുകളെല്ലാം ഏതാണ്ട് ശരിയായിരുന്നു. 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ് ഞങ്ങളെല്ലാവരും വിലയിരുത്തിയത്. അത് പൂർണ്ണമായിട്ടും ശരിവെച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതിൽ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. വോട്ടർമാർ ഈ സർക്കാരിനെ തന്നെ വിലയിരുത്തുകയായിരുന്നു. ഇപ്പോഴും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയും LDF-ഉം എല്ലാവരും പറയുന്നത് ഇത് ഗവൺമെൻറ്റിനെ വിലയിരുത്തലല്ല, പിന്നെന്താ നിലമ്പൂർ ഇലക്ഷൻ്റെ റിസൾട്ട് എന്താണ്? എന്തായിരുന്നു അവിടുത്തെ മത്സരത്തിലെ ചർച്ചാ വിഷയങ്ങൾ? UDF വളരെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, വന്യജീവ അക്രമത്തിലുള്ള നാശനഷ്ടങ്ങൾ കൃത്യമായി കൊടുക്കാത്തത്, അതിന് പരിഹാര മാർഗങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നടപടികൾ സ്വീകരിക്കാത്തത്, ഇതെല്ലാം ഉയർത്തിക്കാട്ടി. ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ പുച്ഛിച്ച് തള്ളിയത്, അവഗണിച്ചത്, ഇതെല്ലാം മലപ്പുറം ജില്ലയെ അടച്ചാക്ഷേപിച്ച മുഖ്യമന്ത്രിയും CPM നേതാക്കന്മാരും പ്രസ്താവനകളും നയങ്ങളും ആയിട്ട് മുന്നോട്ട് പോയത്, ഇതെല്ലാമായിരുന്നു ചർച്ചാ വിഷയം. ആ വിഷയങ്ങളിലെല്ലാം ഗവൺമെൻറ് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളിൽ സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള വിധിയെഴുത്തുണ്ടായി. ചില ബഹുമാന്യ ശ്രീ AK ആന്റണി പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള പിണറായി ഭരണം ഒരു കെയർ ടേക്കർ ഭരണം മാത്രമാണ്.